മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്രയ്ക്കായി തിരിച്ചു. ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE അടക്കമുള്ള 3 രാജ്യങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുക. വിവരങ്ങൾ നൽകാൻ വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, യാത്ര സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ. വിനോദ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്രയ്ക്കായി തിരിച്ചിരിക്കുകയാണ്. ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE അടക്കമുള്ള 3 രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശനം നടത്തുക. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ 3 രാജ്യങ്ങളിലേക്കുള്ള കുടുംബസമേതമുള്ള വിദേശയാത്രയാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. അദ്ദേഹം ദുബായിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെ നിന്നും അദ്ദേഹം ഇന്തോനേഷ്യയിലേക്ക് പോകുന്നു. 12-ാം തീയതി വരെ ഇന്തോനേഷ്യയിലാണ്. അതിനുശേഷം അദ്ദേഹം സിംഗപ്പൂരിലേക്ക് പോകും. സിംഗപ്പൂരിൽ 18-ാം തീയതി വരെ ഉണ്ടാകും. പിന്നീട് UAE ആണ് സന്ദർശിക്കുക. അത്തരത്തിൽ അദ്ദേഹം 19 ദിവസത്തെ കുടുംബയാത്രയാണ് നടത്തുന്നത്. മുഖ്യമന്ത്രിയും ഭാര്യയും മകളും മുഹമ്മദ് റിയാസും, മകളുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസും അവരുടെ മകനും ഒക്കെ അടങ്ങുന്ന കുടുംബസമേതമുള്ള ഉല്ലാസയാത്രയ്ക്കാണ് പോയിരിക്കുന്നത്. 3 രാജ്യങ്ങളിലാണ് യാത്ര നടത്തുക. അതിനുശേഷം യാത്ര നടത്തിയ ശേഷം 22-ാം തീയതി മാത്രമേ സംസ്ഥാനത്ത് തിരികെ എത്തുകയുള്ളൂ. മുഖ്യമന്ത്രി വിദേശത്ത് പോയതിൽ എന്താണ് തെറ്റ്, അങ്ങനെ പോകുന്നതിൽ എന്താണ് വലിയ വാർത്ത എന്നൊക്കെ CPMന്റെ നേതാവ് AK ബാലൻ ഇപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ട്. അത് പാർട്ടി അറിഞ്ഞാണോ പോയത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് മാധ്യമപ്രവർത്തകർ അറിയേണ്ട കാര്യമില്ലല്ലോ, പാർട്ടി അറിഞ്ഞോ ഇല്ലയോ എന്നൊന്നും മാധ്യമപ്രവർത്തകർ എന്തിന് അത് അന്വേഷിക്കുന്നു എന്നൊക്കെയാണ് AK ബാലൻ ചോദിക്കുന്നത്. എന്തായാലും ഈ യാത്ര ഇപ്പോൾ തന്നെ വിവാദമായിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കേസന്വേഷണം നടക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയും കുടുംബവും വിദേശയാത്ര നടത്തുന്നത്. മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ മാസപ്പടി നൽകി എന്നുള്ള ആരോപണത്തിന്മേൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, അതേപോലെ തന്നെ SFIO തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തി വരികയാണ് ഈ കേസിന്മേൽ. അതുമാത്രമല്ല, ഈ കേസിന്മേൽ ഇന്ന് ഒരു വിജിലൻസ് കോടതിയിൽ കോൺഗ്രസ് MLA മാത്യു കൊഴുനാടൻ നൽകിയ ഹർജി ഇന്ന് വിജിലൻസ് കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും കേന്ദ്ര അന്വേഷണം അത് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും ഈ മാസം 19 വരെ ഉല്ലാസയാത്രയ്ക്കായി 3 രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളത്. അത് പല ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്തുമായി ബന്ധപ്പെട്ട്. ഈ സാഹചര്യത്തിലും എല്ലാ കാര്യങ്ങളും മറച്ചുവെക്കാൻ അവർ മാധ്യമങ്ങളെ പരിഹസിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ നമ്മൾക്ക് അതിൻ്റെ ഇനിയും കണക്കുകളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. സ്വകാര്യ സന്ദർശനമാണ് മുഖ്യമന്ത്രിയും മന്ത്രി മുഹമ്മദ് റിയാസും ഒക്കെ തന്നെ കുടുംബസമേതം പോയിട്ടുള്ളത്. സ്വകാര്യ സന്ദർശനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ യാത്രാ ചെലവ് സർക്കാർ ചെലവിലാണോ അല്ലെങ്കിൽ സ്വകാര്യ ചെലവിലാണോ വരിക എന്നുള്ള കണക്കുകളൊക്കെ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അത് സർക്കാർ ചെലവിൽ തന്നെ വരാനാണ് സാധ്യത. എന്തായാലും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്നു. KSCB അടക്കമുള്ള സ്ഥാപനങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു. KSRTC അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വേറെയുമുണ്ട്. അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും ഇത്തരത്തിൽ ഉല്ലാസയാത്ര പോയിട്ടുള്ളത്. ആതിര. ശരി, തിരുവനന്തപുരത്തു നിന്നും MK വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.